ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധന, ഈശോയെ പഠിക്കേ ആരാധന, ഈശോയെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ പരിശുദ്ധ അൽത്താരയിൽ നമ്മുടെ ജീവിതം, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും സമർപ്പിക്കുക. ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്ന അവസ്ഥകൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പരിശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയി. അവർക്കാർക്കും നമ്മളെ മനസ്സിലാവില്ല. അവർ നമ്മളെ കുറ്റപ്പെടുത്തും, അവർ നമ്മളെ കളിയാക്കും, അവർ നമ്മളെ വിഷമിപ്പിക്കും. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാത്ത, നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന, നിന്നെ നിത്യം സഹായിക്കുന്ന സർവശക്തൻ ആ ദൈവത്തിരുമുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. ദിസ് ഈസ് മൈ സിറ്റുവേഷൻ. ഐ ഇൻവൈറ്റ് യുവർ പവർ ഇൻ ടു മൈ ലൈഫ്. ഓ ദൈവമേ, നിന്റെ ശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും അതിനുവേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് അവർ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് അവർ ടീച്ചർ. നിന്റെ അധ്യാപകനാണ്, നിന്നെ ഗൈഡ് ചെയ്യും. യെസ്, ഐ ബിലീവ്. പരിശുദ്ധാത്മാവ് എന്നെ എംപവർ ചെയ്യും, എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സ്വയം വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്, ഈ ആരാധനയുടെ സമയം. വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. യെസ്, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിക്കാം. സ്ട്രെച്ച് യുവർ ബോത്ത് ഹാൻഡ്സ് ടുവേർഡ്സ് ദ ഹോളി ഓൾട്ടർ. രണ്ട് കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ഉന്നതമായ കൃപയാണ്. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ ശക്തിയെ ഈ ശുശ്രൂഷ സമയത്ത് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ശക്തിയെ എൻ്റെ മേൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഇങ്ങനെ യാചനാപൂർവം പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകമായി കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഈ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റൊരു അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യത്തിലോട്ടും പോവേണ്ട. ഇതാ ഈ പോട്ടാശ്രമത്തിലെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകരെ, പ്രാർത്ഥനാ ചൈതന്യം ലഭിക്കപ്പെട്ടവരെ, ഇതാ നീ ആയിരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് ഉന്നതമായ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇങ്ങനെ യാചനാപൂർവ്വം കരങ്ങൾ ഇങ്ങനെ യാചനാപൂർവ്വം അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ ഏത് പ്രവൃത്തി മണ്ഡലങ്ങളിൽ, നിന്റെ ഏതവസ്ഥയിൽ, നിന്റെ ഏത് ചിന്തകളിൽ, നിന്റെ ഏത് ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വേണമോ അതിനു വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം വേണം. പരിശുദ്ധാത്മാവെ, ഇന്ന വിഷയത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, ഇന്ന കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, ഇന്ന ബന്ധത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, ഈ അഡിക്ഷനിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, ഈ പ്രോബ്ലത്തിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇടപെടണമേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവെ, 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 ഉന്നതമായ വരപ്രസാദം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ എല്ലാവരും പറ്റുന്നത് പോലെ നാവ് തുറന്ന് ഈ പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ എന്നുള്ള ആ പേര് പറഞ്ഞ് 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 പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഉന്നതമായ വരപ്രസാദം, ഉന്നതമായ വരപ്രസാദം ഓരോ വ്യക്തികളിലേക്കും വിളിച്ചൊരിയപ്പെടട്ടെ. ദാസർ കേൾക്കണമേ. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് ഹൃദയം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം പ്രവർത്തിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചോ. പരിശുദ്ധാത്മാവെ, 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 ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, 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 ഇതായി ശുശ്രൂഷ സമയത്ത് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, 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 ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ ദാസർ കേൾക്കണമേ. ആഗ്രഹിച്ച് എല്ലാവരും പാടാമോ? ഉന്നതമായ ദാസർ കേൾക്കണമേ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് പാടിക്കേ. ഉന്നതമായ രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് മാനസിക പീഡകൾ അനുഭവിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാ പ്രവർത്തിക്കട്ടെ. വിഷാദ രോഗം, ഡിപ്രഷൻ മൂലം വീടിനുള്ളിൽ അടച്ചിട്ട അവസ്ഥയിൽ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും താല്പര്യമില്ലാതെ അസ്വസ്ഥമായ മനസ്സോടുകൂടി കിടക്കുന്ന വ്യക്തികളുണ്ട്. വിശപ്പില്ല, ഒന്നിനോടും താല്പര്യമില്ല, ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ല, എല്ലാത്തരോടും ദുഃഖിച്ചു കഴിയുന്നവരുണ്ട്. പ്രാർത്ഥിച്ചുകൊള്ളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കുകയാണ്. നാളുകളായിട്ടുള്ള കിടപ്പ് രോഗികളുണ്ട്, മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്നവരുണ്ട്, ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധാത്മാവ് നിറയണം. ചില കാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം മൂലം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. മാനസിക രോഗപീഠ മൂലം ശരീരത്തിൽ രോഗപീഠകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് അനേകരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നതമായ വരപ്രസാദം ഞങ്ങളിലേക്ക് ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ ദാസർ കേൾക്കണമേ. ചേർന്നൊന്ന് പാടിക്കേ. സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉന്നതമായ
ദാസർ കേൾക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ നിന്നെ ആര് സഹായിക്കാനില്ലായിരിക്കും. നിനക്ക് വേണ്ടി ആര് വാദിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. എനിക്ക് വേണ്ടി ആര് നിലകൊള്ളും, ആരെന്നെ സഹായിക്കും, ആരെന്റെ കൂടെ നിലകൊള്ളും, ആരെന്നെ പഠിപ്പിക്കും, ഞാൻ എന്ത് തിരഞ്ഞെടുക്കും, എൻ്റെ ഭാവി ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെടും, ഇനി ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുന്നത്. കൺഫ്യൂഷൻ. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടപെടുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോ. അപ്പസ്തോല പ്രവർത്തനം 1:8 ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:26 സംഭവിക്കട്ടെ. നിത്യസഹായകനിതാ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:15 ഇതാ സംഭവിക്കട്ടെ. ഇതാ നിത്യമായ സഹായകൻ നമ്മുടെ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:18 നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല, അനാഥരാക്കില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം ഇതാ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ സ്തുതിക്കട്ടെ. നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം. ആമേൻ. ഉന്നതമായ ദാസർ കേൾക്കണമേ. ചേർന്ന് പാടുന്നു പരിശുദ്ധാത്മാവേ. ഉന്നതമായ ദാസർ കേൾക്കണമേ. ഓരോരുത്തരും വിശ്വസിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിഷമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ദമ്പതിയിൽ കർത്താവ് ഇടപെടുന്നു. വിഷമിക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ് ചിലരെ പഠിപ്പിച്ചു നൽകുന്നു. നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. നിനക്ക് ഈ ഭൂമിയിൽ എന്നും നിവർന്നു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നട്ടെല്ല് സംബന്ധമായി നാളുകളായി വേദന അനുഭവിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. ഒരു അതിർത്തി പ്രശ്നത്തെ തുടർന്ന് നാളുകളായിട്ട് സ്ഥലത്തിൻ്റെ പേരിൽ വഴക്ക്, അയൽവാസികൾ തമ്മിൽ, കർത്താവ് ഇപ്പോൾ പറയുന്ന കാര്യം എന്തെന്നറിയോ? ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിനക്ക് വേണ്ടി വാദിക്കാൻ, അതിർത്തി പ്രശ്നം തീർക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കും. നീ അത് വിശ്വസിക്കുക. ശരീരത്തിലെ ഒരു തടിപ്പ് ഒരു വലിയ രോഗപീഠയാണ്. ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നുവെന്ന് ചിന്തിക്കുന്നൊരു സഹോദരിയെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നു. പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ സ്ത്രീക്ക് ഉറക്കം പോലും കിട്ടിയിട്ടില്ല ഈ ദിവസങ്ങളിൽ. എന്നാൽ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ഉറക്കം നൽകുന്നു, പരിശുദ്ധാത്മാവ് സ്വസ്ഥത നൽകുന്നു. നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയിലും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പങ്കെടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തുന്നു. നീ കടന്നു പോകുന്ന ഈ വഴികളിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തിക്കേ. പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായ്ക്ക് ബലം കൊടുത്തതുപോലെ എൻ്റെ ജീവിത വഴികളിലും പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു. അധികാരികളുടെ മുമ്പിൽ സംസാരിക്കാൻ കൃപ കൊടുത്തു, നിവർന്നു നിൽക്കാൻ ബലം കൊടുത്തു, ജനത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തക്കവണ്ണം പ്രാഗൽഭ്യം കൊടുത്തു. വിദ്യാവിഹീനനായിരുന്ന പത്രോസിനെ നിറഞ്ഞു നിർത്തിയത് പരിശുദ്ധാത്മാവാണ്. യെസ്, പരിശുദ്ധാത്മാവ് എന്നെയും നിലനിർത്തും. ഓരോരുത്തരും ഏറ്റെടുക്കണം. യെസ്, ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശ്വസിക്കണം, എൻ്റെ മേലും ഇതേ അനോയിൻറ്റിങ് ഉണ്ട്. പത്രോസിൽ നിറഞ്ഞു നിന്ന അതേ അഭിഷേകം, സ്ലീഹന്മാർ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം എൻ്റെ മേലുമുണ്ട്. ഈ കാലഘട്ടത്തിൽ എനിക്കും വേണ്ടത് ഈ അഭിഷേകമാണ്.
പരിശുദ്ധാത്മാവെ ഞാൻ കൂട്ടിന് പിടിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവ് നിത്യ സഹായകനാണ്. വിശ്വസിച്ച് ഈ സമയത്ത് ആശീർവാദം സ്വീകരിക്കുക. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന